ഹലോ നമസ്കാരം, എല്ലാവർക്കും അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു 10 ബയോളജി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുമ്പ് ഞാനൊരു UPSC ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ ലെവൽ എക്സാംസിനും മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഡിഫൻസ് ഫോഴ്സിലാണ്. സോ ഡിഫൻസ് ഫോഴ്സിൽ ആ ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികൾക്ക് എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ ഈ ACയുടെ സിലബസ് തീർക്കാനായിട്ട് ഞാനൊരു മെത്തേഡും ഒരു പ്ലാനും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ പ്ലാന് അത് ഫോളോ ചെയ്തിട്ടായിരിക്കും ഞാൻ മൂവ് ചെയ്യുന്നത്. സോ എൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ ചേരാവുന്നതാണ്. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ വി ക്യാൻ മൂവ് ടു ദ ബാലൻസ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് 11th ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. വിച്ച് സെൽ ഓർഗനൽസ് ഹാവ് ദെയർ ഓൺ DNA ആൻഡ് റൈബോസോം? ഏത് സെൽ ഓർഗണലിലാണ് അവരുടേതായിട്ടുള്ള DNAയും റൈബോസോമും ഉള്ളത്? ഓക്കെ, ഓപ്ഷൻസ്: ഗോൾഗി ബോഡി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ ആൻഡ് പ്ലാസ്റ്റിഡ്സ്, ലൈസോസോം ആൻഡ് ഗോൾഗി ബോഡി, വാക്യൂൾ ആൻഡ് പ്ലാസ്റ്റിഡ്സ്. സോ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു സെല്ലിലെ ചില ഓർഗനൽസ് ആ സെല്ലിൽ തന്നെ മിനി സെൽസായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, കാര്യം അത്രയും സ്ട്രെങ്ത് ഉണ്ടാവും ഇതിന്. ഒരു സെല്ലിൽ തന്നെ മിനി സെൽസായിട്ട് വർക്ക് ചെയ്യും. സോ അങ്ങനെ മിനി സെൽസിനാണ് സ്വന്തമായിട്ട് DNAയും റൈബോസോമും ഉണ്ടാവുക. സോ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സെല്ലിലെ ഓർഗനൽസിനാണ് സ്വന്തമായി DNAയും റൈബോസോമും ഉള്ളതെന്നാണ്. DNA റൈബോസോമും ഉള്ളതെന്നാണ്. സോ നമുക്കത് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്കങ്ങനെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറയാം, ഇപ്പോൾ എനർജി ഓർഗനൽസ്, അതായത് മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും സെല്ലിലെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനൽസാണ്. സോ അത് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഓർഗനൽസ് എന്ന് വിളിക്കാം. അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ഓർഗനൽസിന് ആണ് സ്വന്തമായി DNAയും റൈബോസോമും ഉണ്ടാവുക. സോ ദ ആൻസർ ഈസ് മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് പറഞ്ഞാൽ പ്ലാസ്റ്റിഡ്സ് ആണ്. സോ ആൻസർ ഈസ് മൈറ്റോകോൺട്രിയ ആൻഡ് പ്ലാസ്റ്റിഡ്സ്. സോ ദ ഓപ്ഷൻ ഈസ് മൈറ്റോകോൺട്രിയ ആൻഡ് പ്ലാസ്റ്റിഡ്സ്. ഓക്കെ, അപ്പോൾ ഒരു സെല്ലിൽ തന്നെ മിനി സെൽസായിട്ട് അവർ വർക്ക് ചെയ്യുകയും ചെയ്യും, എന്നിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അവർക്കാണ് സ്വന്തമായിട്ട് DNAയും റൈബോസോമും ഉണ്ടാവുക. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ദ 12th ക്വസ്റ്റ്യൻ. ലൈസോസോം ഈസ് ഫോംഡ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽസ്? അതായത് ഇതിൽ ഏത് സെൽ ഓർഗനലാണ്? ഓപ്ഷൻസ് ഞാൻ വായിക്കാം: ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ് ആൻഡ് റൈബോസോം. ഇതിൽ ഏത് സെൽ ഓർഗനലിൽ നിന്നാണ് ലൈസോസോം ഫോം ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ, ആൻസർ ഈസ് ഗോൾഗി ബോഡീസ്. നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, ലൈസോസോം വെസിക്കിൾസ് നിന്നാണ് ക്രിയേറ്റ് ആവുന്നത്. വെസിക്കിൾസ് ഫോംസ് ഫ്രം ഗോൾഗി മോഡിഫൈസ് ആൻഡ് പാക്കേജ് മെറ്റീരിയൽസ്. ഗോൾഗി മോഡിഫൈസ് ചെയ്യുന്ന പാക്കേജ് മെറ്റീരിയൽസിനാണ് വെസിക്കിൾസ് ഉണ്ടാവുന്നത്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. സോ ദ ആൻസർ ഈസ് ഗോൾഗി ബോഡീസ്. സോ ഗോൾഗി ബോഡീസ് ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് ഗോൾഗി ബോഡീസ് ഗോൾഗി മോഡിഫൈസ് ആൻഡ് പാക്കേജ് മെറ്റീരിയൽസ്. ഗോൾഗി ഒരു മോഡിഫൈ ചെയ്ത് മെറ്റീരിയൽസ് പാക്കേജ് ചെയ്യുന്നു. അതിൽ നിന്നും വെസിക്കിൾസ് ഫോം ആവുന്നു. ആ വെസിക്കിൾസിൽ നിന്നാണ് ലൈസോസോം ക്രിയേറ്റ് ആവുന്നത്. സോ ദ ആൻസർ ഈസ് ഗോൾഗി ബോഡീസ്. സോ ലൈസോസോം ഈസ് ക്രിയേറ്റഡ് ഫ്രം ഗോൾഗി ബോഡീസ്. ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് ഫോം ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ ലൈസോസോം ഈസ് ഫോം ഫ്രം വെസിക്കിൾസ്. ഓക്കെ, ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ വെസിക്കിൾസ്, അല്ലാതെ ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഗോൾഗി ബോഡീസ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽസ് മെയിൻലി ഫങ്ഷൻ ആസ് എ സ്റ്റോർ ഹൗസ് ഓഫ് ഡൈജസ്റ്റീവ് എൻസൈംസ്? സ്റ്റോർ ഹൗസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഓർഗനൽ ഏതാണ് സെല്ലിൽ? ഇതൊക്കെ സെല്ലിൽ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽസ് മെയിൻലി ഫങ്ഷൻ ആസ് സ്റ്റോർ ഹൗസ് ഓഫ് ഡൈജസ്റ്റീവ് എൻസൈംസ്? ഡിമോസോം, ലൈസോസോം, റൈബോസോം, വാക്യൂൾസ്. സോ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. സോ 13th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽസ്? നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചതാണല്ലോ, ഇനി വായിക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആൻസർ പറഞ്ഞാൽ ലൈസോസോമാണ്. ഓക്കെ, ലൈസോസോമാണ് ആൻസർ. കാര്യം ലൈസോസോം കണ്ടെയ്ൻസ് ഡൈജസ്റ്റീവ് എൻസൈംസ്. ലൈസോസോമിനാണ് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉള്ളത്. ഓക്കെ, ലൈസോസോമിൻ്റെ പ്രധാനപ്പെട്ട എൻസൈംസ് ആണ് പ്രൊട്ടേസ്, ലിപ്പേസ്, ന്യൂക്ലിയേസ്. ഓക്കെ, പിന്നെ ലൈസോസോമാണ് സെല്ലിൻ്റെ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം. ഓക്കെ, ലൈസോസോമാണ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം.
സോ നമ്മൾ നേരത്തെ ക്വസ്റ്റിനും ലൈസോസോമായിട്ട് റിലേറ്റഡ് ആയിരുന്നു, ഈ ക്വസ്റ്റിനും അങ്ങനെ തന്നെയായിരുന്നു. സോ ലൈസോസോമിന് മാത്രമാണ് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉള്ളത്, പ്രോട്ടേസ്, ലിപ്പേസ്, ന്യൂക്ലിയേസ്. സോ എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ ഹൗസ് ഓഫ് ഡൈജസ്റ്റീവ് സ്റ്റോർ ഹൗസ് എന്ന് അറിയപ്പെടുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണ്, ലൈസോസോമാണ്. സോ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. സോ നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽസ് ഈസ് നോൺ ആസ് സൂയിസൈഡൽ ബാഗ് ഓഫ് സെൽ. സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്നതും ലൈസോസോമാണ്. വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ലൈസോസോമാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റവും ലൈസോസോമാണ്. അങ്ങനെ ഒരുപാട് ലൈസോസോമിന് പ്രത്യേകതകളുണ്ട്. സോ സൂയിസൈഡൽ ബാഗ് എന്ന് പറഞ്ഞാൽ സൂയിസൈഡൽ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസോസോമിൻ്റെ എൻസൈംസ് തന്നെയാണ് സെൽസിനെയും കൊല്ലുന്നത്. സെൽസിൻ്റെ ഡെത്ത് നടക്കുന്നത്, പിന്നെ ടിഷ്യൂ റീമോഡലിംഗ് നടക്കുന്നതൊക്കെ എവിടെയാണ്, ലൈസോസോമിലാണ്. സോ 14ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ലൈസോസോം. സോ ലാസ്റ്റ് മൊത്തമായിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സെൽ ഡിവിഷനിലാണ് ക്രോമസോംസ് ക്രോസ് ഓവർ ചെയ്യുന്നതാണ്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈപ്സ് ഓഫ് സെൽ ഡിവിഷൻ ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം ടേക്ക് പ്ലേസ്? അപ്പോൾ ക്രോമസോമിൻ്റെ ക്രോസിംഗ് ഓവർ നടക്കുന്നത് ഏത് സെൽ ഡിവിഷനിലാണ്? സോ ആൻസർ ഈസ് മിയോസിസ് ആണ്. ഓക്കെ, ആൻസർ മിയോസിസ് ആണ്. മിയോസിസ് തന്നെ പ്രോഫേസ് 1ലാണ് ഇതൊക്കെ ആവുന്നത്. ഓക്കെ, മിയോസിസിൻ്റെ പ്രോഫേസ് 1ലാണ്. ഇതാണ് ജനറ്റിക് വേരിയേഷന് കാരണമാകുന്നത്. ഓക്കെ, ഈ ക്രോസ് ഓവറാണ് ജനറ്റിക് വേരിയേഷന് കാരണമാകുന്നത്. ഇറ്റ്സ് വിൽ ഓൾസോ ലീഡ്സ് ടു ജനറ്റിക് വേരിയേഷൻ, ആൻഡ് ജനറ്റിക് വേരിയേഷൻ നടക്കുന്നതുകൊണ്ടാണ് എവല്യൂഷൻ സംഭവിക്കുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് ഫോർ എവല്യൂഷൻ ഓൾസോ. സോ ജനറ്റിക് വേരിയേഷനും എവല്യൂഷനും കാരണമാകുന്ന ക്രോസ് ഓവർ എന്ന് അറിയപ്പെടുന്നത് മിയോസിസ് ആണ്. ഓൾസോ ഇറ്റ് വാസ് ഹാപ്പൻസ് ഇൻ പ്രോഫേസ് 1. ഓക്കെ, സോ ഏത് സെൽ ഡിവിഷനാണ് എന്താണ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈപ്സ് ഓഫ് സെൽ ഡിവിഷൻ ക്രോസിംഗ് ഓവർ ക്രോമസോം ടേക്ക് പ്ലേസ് ഇൻ മിയോസിസ്? ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ അടുത്ത 16ാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേജസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് കിയാസ്മാറ്റ ഡ്യൂറിങ് മിയോട്ടിക് സെൽ ഡിവിഷൻ? സോ ഏത് സ്റ്റേജാണ് കിയാസ്മാറ്റയുടെ ഫോർമേഷന് മിയോട്ടിക് സെൽ ഡിവിഷൻ നടക്കുന്നത്? അപ്പോൾ ആ സ്റ്റേജ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിപ്ലോയിൻ്റെ ആണ്. ഓപ്ഷൻസ് അതെങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, ഇതൊക്കെ നമ്മളൊരു GK ടൈപ്പാണ്, അതായത് നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും കഴിയില്ല. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാച്ചിൻ്റെന. ഞാൻ പ്രൊണൗൺസിയേഷനിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പാച്ചിൻ്റെന, പിന്നെ കിയാസ്മാറ്റ വിസിബിൾ ആവുന്ന ഡിപ്ലോയിൻ്റെന. ഓക്കെ, പിന്നെ ഈ കിയാസ്മാറ്റ അറിയപ്പെടുന്നത് പോയിൻ്റ് ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, പോയിൻ്റ് ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ പഠിക്കുക. ക്രോസിംഗ് ഓവർ പച്ചിൻ്റെന ആൻഡ് കിയാസ്മാറ്റ വിസിബിൾ ഡിപ്ലോയിൻ്റെന. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ടേം ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫെയിലിയർ ഓഫ് മിയോസിസ് 2 ഒക്കേഴ്സ് ആഫ്റ്റർ മിയോസിസ് 1? മെയിനായിട്ട് പറയുന്നത് ഫെയിലിയർ ഓഫ് മിയോസിസ് 2. അതായത് ഈ മിയോസിസ് 2 ഫെയിലിയർ ആവുന്നത് പ്രധാനപ്പെട്ട ഒരു കാരണം കൊണ്ടാണ് അബ്നോർമൽ ക്രോമസോം നമ്പേഴ്സാണ്. അത് ക്രോമസോം നമ്പേഴ്സിൻ്റെ വളരെ അബ്നോർമാലിറ്റി കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, മിയോസിസ് 2 ഫെയിൽ ആവുന്നത്. അപ്പോൾ ഈ ക്രോമസോം നമ്പർ അബ്നോർമലായിട്ട് കുറേ താഴെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ജനറ്റിക് ഡിസോർഡറിന് കാരണമാകും. ഓക്കെ, അത് വളരെ വലിയ ജനറ്റിക് ഡിസോർഡറിന് കാരണമാകും. സോ അതിൻ്റെ പേര് ബ്രാക്കി മിയോസിസ് എന്നാണ്. സോ ഈ ഓപ്ഷനിൽ നമുക്ക് കൊടുക്കാനുള്ളത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടേം ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫെയിലിയർ ഓഫ് മിയോസിസ് 2 ഒക്യുവേർഡ് ആഫ്റ്റർ മിയോസിസ് 1? സോ ബ്രാക്കിയോ മിയോസിസ് ആണ് ഇതിൻ്റെ ആൻസർ. സോ ഇറ്റ് വിൽ കോസ് ടു അബ്നോർമൽ ക്രോമസോം നമ്പേഴ്സ്. അത് തന്നെ ജനറ്റിക് ഡിസോർഡറിന് കാരണമാകുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ബാക്ടീരിയ ഹാവ് ആൻ അൺഡിഫൈൻഡ് ന്യൂക്ലിയർ റീജൻ വിച്ച് ലാക്സ് എ ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് കണ്ടെയ്ൻസ് ഓൺലി DNA വിത്തൗട്ട് പ്രോസ്റ്റീൻ. സച്ച് എ റീജൻ ഈസ് കോൾഡ്. അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും ഇല്ലാത്ത പാർട്ട് ഏതാണെന്നാണ്. ഓക്കെ, മെയിൻ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ DNA ഒരു നേക്കഡാണ്. DNA ഫോം ചെയ്യുന്ന ന്യൂക്ലിയോയിഡാണ്. നമ്മൾ നേരത്തെ പഠിച്ചാണ് DNA ഈസ് ഫോമിങ് ന്യൂക്ലിയോയിഡ്. സോ പിന്നെ DNA നേക്കഡാണ്. അതിനൊരിക്കലും ഒരു മെംബ്രെയിനും സറൗണ്ട് ചെയ്യുന്നില്ല. നോട്ട് സറൗണ്ടഡ് ബൈ എനി മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ DNA ഫോം ചെയ്യുന്ന ന്യൂക്ലിയോയിഡ് ആയതുകൊണ്ട് ന്യൂക്ലിയോയിഡിനും മെംബ്രെയിൻ ഉണ്ടാവില്ലല്ലോ. ഒരു സിമ്പിൾ കോമൺ സെൻസ് ആണല്ലോ. സോ ദ ആൻസർ ഈസ് ന്യൂക്ലിയോയിഡ്. ഓക്കെ, സിമ്പിൾ. അതായത് DNA is naked, not surrounded by any membrane.
സോ ന്യൂക്ലിയോയിഡ് ഇസ് ആൻസർ. DNA is formed from ന്യൂക്ലിയോയിഡ്. ഓക്കെ, അപ്പം നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യനിൽ കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ആർ ഫൗണ്ട് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽസ്? നമ്മൾ പ്ലാന്റിലും ആനിമൽ സെൽസിലും കോമൺ ആയിട്ട് കാണുന്ന ഓർഗണൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഓർഗണൽസ് പറഞ്ഞാൽ സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഇത് ഞാൻ ഓപ്ഷൻ ആയിട്ടാണ് പറയുന്നത്. നമുക്കതിൽ മെയിനായിട്ട് അത് ഉള്ളതിനേക്കാളും നമുക്ക് എളുപ്പം ഇല്ലാത്ത പഠിക്കുന്നതാണ്. ഇല്ലാത്തതാണ് കുറവ്. സോ നമുക്ക് ഇല്ലാത്ത പഠിക്കാം. ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ. ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ്സിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. സെൽ വാളും പ്ലാന്റ്സിൻ്റെ സെല്ലിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പിന്നെ ലൈസോസോമും മോസ്റ്റ്ലി ആനിമൽ സെൽസിൽ മാത്രമേ ഉള്ളൂ. വളരെ റയർ ആയിട്ടുള്ളൂ പ്ലാന്റ് സെൽസിൽ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഓർഗനൽസൊക്കെ നമുക്ക് രണ്ടിലുമുണ്ട്. അതായത് പ്ലാന്റ്സിലുമുണ്ട് ആനിമൽസിലുമുണ്ട്. സോ നമ്മൾ ഈ ഓപ്ഷൻ നമുക്ക് ഏതൊക്കെ എടുക്കാം? 19 സെൽ മെംബ്രെയിന്, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഇത് 3 നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. സോ ഇൻ പ്ലാന്റ് സെൽസ് ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇതിൽ ഏതാണ് റൈറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ന്യൂക്ലിയസ് ഡസ് നോട്ട് നീഡ് എ മെംബ്രെയിൻ ബട്ട് ക്ലോറോപ്ലാസ്റ്റ് ആർ സറൗണ്ടഡ് ബൈ ദെയർ ഓൺ മെംബ്രെയിൻ. നമ്മളിത് എങ്ങനെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് ഒരു മെംബ്രെയിൻ വേണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അത് ഭയങ്കര കംപ്ലീറ്റ്ലി റോങ് ആണ്. ന്യൂക്ലിയസ് മസ്റ്റ് ഹാവ് എ മെംബ്രെയിൻ. ന്യൂക്ലിയസിന് മെംബ്രെയിൻ അത്യാവശ്യമാണ്. വിത്തൗട്ട് മെംബ്രെയിൻ ഇല്ലെങ്കിൽ DNA പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ ദിസ് ഓപ്ഷൻ വാസ് റോങ്. ഓക്കെ, അടുത്ത് ന്യൂക്ലിയസ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ആർ സറൗണ്ടഡ് സെപ്പറേറ്റ്ലി ബൈ ദെയർ ഓൺ മെംബ്രെയിൻ. അത് ഒരു പോയിൻ്റാണ്. കാരണം രണ്ടിനും ഒരു ഡബിൾ മെംബ്രെയിൻ ഉണ്ട്. അതിൽ സ്വന്തം ന്യൂക്ലിയസും ക്ലോറോപ്ലാസ്റ്റും അതിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ട് മെംബ്രെയിൻ വെച്ചിട്ട്. സോ അത് പ്രൊട്ടക്റ്റഡുമാണ്. സോ അത് റൈറ്റ് ആൻസറാണ്. ആൻസർ നമുക്ക് കിട്ടി. എന്നാൽ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ മെംബ്രെയിൻ ബട്ട് ക്ലോറോപ്ലാസ്റ്റ് ഡോണ്ട് നീഡ് മെംബ്രെയിൻ. ഇതിൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ക്ലോറോപ്ലാസ്റ്റിന് മെംബ്രെയിൻ വേണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ക്ലോറോപ്ലാസ്റ്റിന് മെംബ്രെയിൻ ഉണ്ട്. ഡബിൾ മെംബ്രെയിൻ ഉണ്ട് ക്ലോറോപ്ലാസ്റ്റിന്. ഒരു ഇൻറ്റേർണൽ മെംബ്രെയിൻ ഉണ്ട്. അതിൻ്റെ പേരാണ് തൈലാക്കോയിഡ്. എന്താണ്? തൈലാക്കോയിഡ്സ്. ഓക്കെ, ഒരു ഇൻറ്റേർണൽ മെംബ്രെയിൻ ഉണ്ട്, ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഡബിൾ മെംബ്രെയിൻ ഉണ്ട്. സോ അപ്പോൾ ഈ ഓപ്ഷനും റോങ് ആണ്. അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ, ബോത്ത് ന്യൂക്ലിയസ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ആർ നോട്ട് സറൗണ്ടഡ് ബൈ എനി മെംബ്രെയിൻ. അത് നമുക്ക് നേരത്തെ ഘട്ടത്തിൽ മനസ്സിലായല്ലോ. ബോത്ത് ആർ ക്ലിയർലി മെംബ്രെയിൻ. ആ രണ്ടുപേർക്കും മെംബ്രെയിൻ ഉണ്ട്, ബോണ്ട് ഓർഗനൽസും ഉണ്ട്. സോ അതും തെറ്റാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പിന്നൊരു 10 ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ടുണ്ട്. നമ്മളിനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. അതായത് നമ്മളിതിൻ്റെ സിലബസ് ഡിസ്കസ് ചെയ്യും, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യും, ഡെയിലി സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യും. കൃത്യമായൊരു പ്ലാനായിട്ട് ഡെവലപ്ഡായിട്ട് ഇത് ഞാൻ സ്റ്റാർട്ടിംഗ് ആയിട്ടൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ്. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യും, എല്ലാം പഠിക്കുന്നതായിരിക്കും. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം.